അതൊക്കെ ഒരു കമ്പ്യൂട്ടറാണിത്. അതിൻ്റെ ക്യാബിനറ്റാണ്, കമ്പ്യൂട്ടറിൻ്റെ ക്യാബിനറ്റാണ്. ഓ നൈസ് അല്ലേ, ആനിമയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതേപോലുള്ളതൊക്കെ മേടിക്കാം. അയ്യോ ക്യൂട്ട് കമ്പ്യൂട്ടർ, എന്ത് ക്യൂട്ടാന്ന് നോക്കിയേ. ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സാധനം? യേശുസിൻ്റെ മറ്റേ ഗെയിം കളിക്കുന്നത്, നമുക്ക് ഫോർസ റേസ് കളിച്ച് നോക്കിയാലോ. എനിക്കതോടെ ചേച്ചി എന്തൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ ഓ അടുത്ത ഷോപ്പ്. അയ്യോ എനിക്കൊന്നും കാണാൻ വയ്യേ, എൻ്റെ കൈയൊക്കെ വിരിവിരാന്ന് വരണം, വിരിവിരാന്ന്. സ്വർഗം ഗൈസ്, സ്വർഗം. ഹലോ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ തായ്വാനിലാണുള്ളത്. അയ്യോ ഞാൻ 2 ദിവസമായിട്ട് എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. ഞാൻ 2 ദിവസമായിട്ട് കിടപ്പിലായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് നല്ല കിട്ടില്ല ഒരു പനിയും കോൾഡും കിട്ടി ഇവിടെ വന്നിട്ട്. എങ്ങനെ സംഭവിച്ചാൽ തായ്വാനിലെ ക്ലൈമറ്റ് സഡനായിട്ട് ചേഞ്ചായി. ഇന്ന് ഭയങ്കര വെയിലായിട്ടുണ്ട്, പക്ഷേ സഡനായിട്ട് ചേഞ്ചായി മീൻസ് ഇവിടെ ഒരു ടൈഫൂൺ കടന്നുപോയി ഇതിലേക്കൂടി, സൈഡിൽ കൂടി പോയേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് മഴ വന്ന് പെട്ടെന്ന് മൊത്തത്തിൽ ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നപ്പോൾ എനിക്കെന്തോ, ഞാൻ 3 ക്ലൈമറ്റിൽ നിന്ന് വന്നതുകൊണ്ട്, ഞാൻ കേരളത്തിൽ നിന്ന് നേരെ തായ്വാനിൽ വന്ന സമയത്ത് ഇവിടെ തണുപ്പായിരുന്നു, അവിടെ നേരെ മഴ വന്നതിന് ശേഷം വീണ്ടും ചൂട് വന്നു, വീണ്ടും മഴ വന്നു, മൊത്തത്തിൽ ഞങ്ങൾ ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ 2 ദിവസം എനിക്ക് സ്ഥലം കാണാനോ ഒരിടത്തും പോകാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഒരു ഇലക്ട്രോണിക് മാർക്കറ്റ് ഉണ്ട്, നമ്മൾ ഗാഡ്ജറ്റിൻ്റെ പരിപാടിയാണല്ലോ. അപ്പോൾ ഗാഡ്ജറ്റ്സ് എന്തെങ്കിലുമൊക്കെ നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോണിക് മാർക്കറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഇലക്ട്രോണിക് മാർക്കറ്റിൽ പോകുന്നതിന് മുന്നേ നമുക്ക് കറൻസി ഒന്ന് മാറ്റണം. ആൻഡ് ഇന്നലെ ഞാൻ പാസ്പോർട്ട് എടുക്കാതെ വയ്യാണ്ട് നടന്ന് കറൻസി എക്സ്ചേഞ്ച് വരെ പോയപ്പോഴത്തേക്കും പാസ്പോർട്ട് എടുക്കാൻ വിട്ടുപോയി. അതേപോലെ തിരിച്ചു വരേണ്ടി വന്നു. എൻ്റെ സൗണ്ട് തിരിച്ചു വന്നിട്ടില്ല, ബട്ട് ഐ എം സ്റ്റിൽ ട്രൈങ്. സത്യം പറയാലോ, ദ സിറ്റി ലുക്സ് സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, വെരി ബ്യൂട്ടിഫുൾ. വന്ന ദിവസം കൊള്ളായിരുന്നു, പിറ്റേ ദിവസം മഴ തുടങ്ങി, 2 ദിവസം ഭയങ്കര മൂടി കെട്ടി കിടക്കുന്ന അവസ്ഥയായിരുന്നു. ആൻഡ് ലൈക്ക് നമുക്ക് മെൻ്റലി ഡിപ്രഷൻ ആവും മൂടി കെട്ടി കിടക്കുന്ന കാണുന്ന സമയത്ത് തന്നെ. ഐ എം ഫീലിംഗ് സോ ഹാപ്പി, ഐ ഡോണ്ട് നോ വൈ. ഞാൻ പുറത്തിറങ്ങിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പെരുമാറുന്നത്, ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ വ്ളോഗ് ചെയ്തുകൊണ്ട് പോണേ. കാരണം ഇന്നലെ മെഞ്ഞാന്നൊക്കെ ഞാൻ കുറേ പ്ലാനുകൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും നടന്നില്ല. ലിറ്ററലി ഞാനിവിടെ സ്റ്റക്കായിപ്പോയി. ആൻഡ് ഇവിടെ നിന്ന് 600 meters ഉണ്ട്. സോ ഐ എം ഗോണ ഗോ ദെയർ. അതൊന്നും ഞാൻ ചുമ്മാ കാണിക്കുന്നില്ല, ചുമ്മാ ലാഗ് അടിപ്പിക്കുന്നില്ല. ഓക്കെ, ഇന്ന് ഭയങ്കര ചൂടായിട്ട് ഫീൽ ചെയ്യണം, ഭയങ്കര ചൂട്. ഓ ഗാഡ്, ഐ ഡോണ്ട് നോ, ലൈക്ക് ഭയങ്കര ഹ്യൂമിഡായിട്ട് ഫീൽ ചെയ്യണുണ്ട്, ഭയങ്കര ഹ്യൂമിഡ് ക്ലൈമറ്റ് ഉണ്ടല്ലോ. ആൻഡ് 1 minute നടന്നാലാണ് നമുക്കവിടെ എത്തുന്നത്. ഏകദേശം 30 meter കാണിക്കുന്നത്. ഐ ഡോണ്ട് നോ വൈ 30 meter മേളിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ലെറ്റ്സ് സീ. ഓക്കെ, ഞാനിപ്പോൾ ബാങ്ക് ഓഫ് തായ്വാനിൽ നിന്നാണ് പോയി കറൻസി എക്സ്ചേഞ്ച് ചെയ്തത്. അപ്പോൾ നിങ്ങൾ തായ്വാൻ വിസിറ്റ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് ഓഫ് തായ്വാനിൽ നിന്ന് തന്നെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുക. അവർ ഫീസൊന്നും ഈടാക്കില്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ കറൻസി കിട്ടും. ഇപ്പോൾ ഡോളറാണ് ഞാൻ മാറ്റിയത്, ഞാനൊരു $500 മാറ്റി. അപ്പോൾ ഈ $500 മാറ്റുന്ന സമയത്ത് ബാങ്ക് ഓഫ് തായ്വാൻ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലാസ, അതായത് ഈ ഒരു ഇലക്ട്രോണിക് മാർക്കറ്റിൻ്റെ പേര് ഗ്വാങ്ഹ്വ ഡിജിറ്റൽ പ്ലാസ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഗ്വാങ്ഹ്വ ഡിജിറ്റൽ പ്ലാസയിലോട്ട് നമ്മൾ ഊബർ എടുത്തിട്ടാണ് പോണേ. ഊബറിൽ എനിക്ക് 100-110 തായ്വാനി ഡോളർ ആവും. വലിയ പൈസയൊന്നുമില്ല. ലൈക്ക് ഇവിടെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഡയറക്റ്റ് ട്രെയിനും മെട്രോയും അതുപോലെ തന്നെ ബസ്സൊക്കെ കിട്ടും. ഇവിടെ എനിക്ക് 2 സ്റ്റോപ്പ് ഇറങ്ങി വേണം പോകാൻ, 37 minute ആവും. അപ്പോൾ അത്രയും സമയം കളയണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ ക്യാബ് എടുത്തത്. ഇപ്പോൾ ഡയറക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ബസ് തന്നെ എടുത്തത്, ബസ്സോ ട്രെയിനോ ഒക്കെ എടുത്താലും. ഇവിടെയുള്ള മനുഷ്യർ ഭയങ്കര വെൽക്കമിങ് ആണ് കേട്ടോ. തായ്വാനി ആളുകളൊക്കെ ഭയങ്കര നല്ലവരാണ്. ഇറ്റ്സ് റിയലി ഗുഡ്. ലാംഗ്വേജ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ 7-Eleven കിട്ടും, അതുപോലെ തന്നെ ഫാമിലി മാർട്ടും ഉണ്ട്. രണ്ടും കൊള്ളാം, ബട്ട് ഞാൻ എപ്പോഴും പറയുന്നത് ഫാമിലി മാർട്ടായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഫാമിലി മാർട്ടിലാണ് കുറച്ചുകൂടി നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ ഉള്ളത്. കുറച്ചുകൂടി സ്വീറ്റ്സ് ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫാമിലി മാർട്ടിലാണ് കുറച്ചുകൂടി. നമ്മുടെ ക്യാബ് ഇവിടെ എത്തിയല്ലോ.
ഓക്കെ. പുള്ളി എന്താ പറഞ്ഞത് എനിക്ക് ഒരക്ഷരം പോലും മനസ്സിലായിട്ടില്ല. എന്നാലും നമ്മൾ അതിനൊക്കെ ഒന്ന് മൂളി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാവും. ഇവിടെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, ഇവിടുത്തെ ലാംഗ്വേജ് പഠിക്കുന്നതിനേക്കാളും നല്ലത് ഗൂഗിളിൽ ഈ ലാംഗ്വേജ് മൊത്തം എഴുതിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇവരെ കാണിക്കുന്നതാണ്. അവർക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ അതാണ്. അല്ലാതെ നമ്മളിവിടെ കിടന്ന് മറ്റേ സംശയാത് കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ഫുൾ കിടില കാറുകളാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. പോർഷെ മറ്റേ പലമേരെയൊക്കെ ഇഷ്ടം പോലെ, റോൾസ് റോയ്സ് ഇഷ്ടം പോലെ, ടെസ്ല ഇഷ്ടം പോലെ, കിടിലം കാറുകളാണ്. ഇത് ടാക്സി ആയിട്ട് കൊടുക്കുന്ന ടൊയോട്ട ക്യാമറയൊക്കെയാണ്. സോ ഇറ്റ്സ് ഗുഡ്. ഞാൻ കാണിച്ചു തരാം വേറെ നല്ല കാർ. യെസ്, ഒരു മാറ്റ് ബ്ലാക്ക് റാപ്പ് ചെയ്തിട്ടുള്ള ടെസ്ല കണ്ടോ. യെസ്, ലെറ്റ്സ് ഗോ. നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീട്. മഴ വരുന്നു. സി, ഇതാണ് പരിപാടി. അതിൻ്റെ അകത്തോട്ട് കയറാം. ഓക്കെ. ഓ നൈസ്. DJയുടെ നമുക്ക് ഡ്രോണ് നോക്കാം. ഞാൻ ഒരു ഡ്രോൺ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, കമ്പ്യൂട്ടേഴ്സ് ഓഫ് ദ വേൾഡ്. ഐ ആം എക്സൈറ്റഡ്. ഇതാണ് DJയുടെ മൈക്ക് 2. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഉപയോഗിക്കുന്നത് മൈക്ക് 1 ആണ്. സോ ഞാൻ കണ്ടൊരു കാര്യം വെച്ചാൽ DJയുടെ ഇതിൻ്റെ അകത്ത്, അതായത് DJയുടെ മൈക്ക് 2 അതിന് എല്ലാ സെറ്റും കൂടി 2 റിസീവർ ഉൾപ്പെടെ വരുന്നതിന് നാട്ടിൽ 39,000 രൂപ വിലയുണ്ട്. ഇവിടെ 28,000 രൂപയുള്ളൂ. അവരെനിക്ക് 27,000 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. ഇനി ഇവിടെയൊക്കെ നമുക്ക് ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇഷ്ടംപോലെ ലാപ്ടോപ്പ്, മിനി പി സി ഇതോ കുറേ ഇരിപ്പുണ്ട്. മിനി PC. ഓ മൈ ഗോഡ്, ഉണ്ടോ ഒരു സെറ്റപ്പ് തന്നെ മൊത്തത്തിൽ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. ഒരു വലിയൊരു, അതായത് എനിക്കൊന്ന് സാംസങ്ങിൻ്റെ സ്ക്രീനും ലേസൂസിൻ്റെ സ്ക്രീനാണ്. ഇത് എനിക്ക് തോന്നുന്നു മൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പുകളാണ്. നമ്മുടെ റൈസിങ് റിഗ് ഇരിപ്പുണ്ട്, ഒരു ചെറിയൊരു ഇത് ഇരിപ്പുണ്ട്, കാർട്ടിങ് ഇരിപ്പുണ്ട്. ദാറ്റ്സ് ഗുഡ്. ഇതൊക്കെ ഈ കമ്പ്യൂട്ടറൊക്കെ ഇത് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ. അതൊക്കെ ഒരു കമ്പ്യൂട്ടറാണിത്. അതിൻ്റെ ക്യാബിനറ്റാണ്, കമ്പ്യൂട്ടറിൻ്റെ ക്യാബിനറ്റാണ്. അവരിപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, മാക്കിൻ്റെ സർവീസ് സെൻറ്റർ. പിന്നെ ഓ നൈസ് അല്ലേ, ആനിമയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതേപോലുള്ളതൊക്കെ മേടിക്കാം. അയ്യോ ക്യൂട്ട് കമ്പ്യൂട്ടർ, എന്ത് ക്യൂട്ടാന്ന് നോക്കിയേ, ഭയങ്കര ക്യൂട്ട്. സോ ക്യൂട്ട്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഇതൊക്കെ നമുക്കിങ്ങനെ കാണാനേ. ഓക്കെ, ഇതൊക്കെ നമുക്ക് കാണാനേ കൊള്ളാവും. കാര്യം എന്തെന്നറിയാമോ, നമുക്കിത് മേടിച്ചോട്ട് പോകാൻ പറ്റില്ലല്ലോ. കസ്റ്റം ഡ്യൂട്ടി അടച്ച് നമ്മൾ ഉപ്പാട് വരും. ആൻഡ് വീണ്ടും കുറേ ഗെയിമിംഗ് കമ്പ്യൂട്ടേഴ്സ്, കൊക്കോ ബാർ. ഓക്കെ, നമുക്കൊരു കോഫിയൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ സ്ഥലം. ഇവിടെ മൊത്തം സീറ്റായിട്ട് ഇരിക്കാനൊക്കെ വെച്ചിരിക്കുന്നത് ഗെയിമിംഗ് ചെയർസാണ് കേട്ടോ. ആക്ച്വലി ഇവിടെ പ്രൈസ് ഭയങ്കര ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. ടു ബി ഓണസ്റ്റ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഞാൻ ആ മൈക്ക് വാങ്ങണോ വേണ്ടേ എന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷനിലിരിക്കുകയാണ്. കാരണം മൈക്ക് 10,000 റുപ്പീസിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ആ 10,000 റുപ്പീസിൻ്റെ ഡിഫറൻസ് ഞാൻ മേടിക്കണോ, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫണ്ട് വെച്ചിട്ട് മേടിക്കണോ വേണ്ടേ എന്നുള്ളത് ഞാൻ ഡിസൈഡ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ഇതല്ല വഴി. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ കയറണം. അത് ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞു ഐ ഗസ്. ഇനി ചിലപ്പോൾ അതേ ഡിസ്കൗണ്ട് തരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ നമുക്ക് നോക്കാം. ഈ താഴത്തെ സെക്ഷൻ മൊത്തം ലാപ്ടോപ്പുകളാണ് ഇവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറും ആണെന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടോ, ഇവിടെ എല്ലാ ലാപ്ടോപ്പുകളായിരിക്കണേ, എല്ലാ ലാപ്ടോപ്പുകളും. ആൻഡ് ഈ ലാപ്ടോപ്പൊക്കെ ഞാൻ പ്രൈസ് വെച്ച് നോക്കപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് റിയലി ചീപ്പ് ടു ബി ഓണസ്റ്റ്. 13,000 രൂപ ഡിഫറൻസ്, 17,000 രൂപ ഡിഫറൻസ്, 12,000 രൂപ ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ മൊത്തം ലാപ്ടോപ്പാണ്. ഫുൾ ലാപ്ടോപ്പും CPUസും കമ്പ്യൂട്ടേഴ്സ്. സിമ്പിൾ, വേറെ ഒന്നുമില്ല. MSIയുടെ ഏസൂസിൻ്റെ ലാപ്ടോപ്പ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം നോട്ട് എ ലാപ്ടോപ്പ് ഫാൻ. ഞാൻ ആകെ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നത് മാക്ബുക്ക് മാത്രമാണ്.
അതും വിൻഡോസിൻ്റെ ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് കമ്പ്യൂട്ടറാണ് ഇഷ്ടം, PC ആണ് ഇഷ്ടം. PC-യുടെ പവർ വേറെ ഒന്നിനും വരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ഗ്രാഫിക് കാർഡ് മേടിച്ചോട്ട് പോയേനെ. ഡ്യൂട്ടി ഗ്രാഫിക് കാർഡ് നമുക്ക് ഉപയോഗിക്കണമെന്ന് പറയാൻ പറ്റൂലല്ലോ കസ്റ്റംസിൻ്റെ അടുത്ത്, മരുത്ത് തൂക്കും. അതുകൊണ്ട് അതേ ഉള്ളൊരു കൺസേൺ. നമുക്ക് മേളിലത്തെ ഫ്ലോറിലോട്ട് പോകാം. ഇവിടെ എല്ലാം ഗാഡ്ജറ്റ്സ് പരിപാടികളാണ് കേട്ടോ. MSIയുടെ കട. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടില്ല, നമുക്ക് ഇന്ന സാധനങ്ങളൊന്നുമില്ല. ലെറ്റ് ചെക്ക്. മറ്റേ കുട്ടി മൈക്ക്, JBLൻ്റെ സ്പീക്കേഴ്സ്, ഇത് നോക്കിയാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തത്. ഹെഡ്ഫോൺ ഹൗ മച്ച്? ഓക്കെ ഇത് നോക്കിയേ, എന്ത് കിട്ടില്ല ഹെഡ്ഫോണാണെന്ന് നോക്കിയേ. ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്. നൈസ്. ഡിസ്കൗണ്ട് ചേച്ചി എന്തോ പറയാനുണ്ടെങ്കിൽ മനസ്സിലാവണം. ഞാൻ കുറച്ച് ഡിസ്കൗണ്ട് ചോദിച്ച് $1190 തൈവാൻ ഡോളറാണ് ഇതിൻ്റെ പ്രൈസ്. എനിക്കിത് ഭയങ്കര ഹൈവേ നോക്കുന്നത്. ഞാൻ പറഞ്ഞു വൈറ്റ് അല്ല വേണമെന്ന്, എനിക്ക് ഈ കളർ വേണ്ടാന്ന് പറഞ്ഞു. ഐവ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ വേറെ സ്പീക്കർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ദിസ് വൺ വൈറ്റ്. ഓക്കെ. ഡിസ്കൗണ്ട് പ്ലീസ്. 1100. ഓക്കെ. നാട്ടിലത്തെ എനിക്ക് 3000 രൂപയേ ഉള്ളൂ. ഒറിജിനൽ ഒറിജിനൽ ഐവയുടെ ഒറിജിനൽ സാധനമാണ്. 1,000? 100? Okay. Bag. അങ്ങനെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് വെരി നൈസ്. കാണാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. ആൻഡ് സേ ഹായ്. ഗുഡ്. യെസ്. അപ്പോൾ ഞാൻ ആദ്യത്തെ സാധനം മേടിച്ചു. യെസ്. ശീഷേ വെരി നൈസ്. ലൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര വെറൈറ്റി സാധനങ്ങൾ. അതിനകത്ത് എന്തെല്ലാം സാധനങ്ങളുണ്ടെന്ന് അറിയാമോ? ഇങ്ങനെ ഓരോ കടയിൽ കയറി ചെയ്യുന്ന ഓരോ സാധനങ്ങളും. ലൈറ്റും ട്രൈപോഡുകളും. വാവ്, വെരി നൈസ്. ക്യാൻ ഐ ഷൂട്ട്? ഓക്കെ, താങ്ക് യു. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. സൂം H4n Pro എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനം ഞാൻ പണ്ട് മൈക്കായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. മോനോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ മൈക്ക്. ഇവിടെ മൈക്ക്, ക്യാമറ, ഗിയേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. ബോയ, ഹോളിലാൻഡിൻ്റെ മൈക്ക് സെറ്റ്, പോഡ് മൈക്ക്, നമ്മുടെ റോഡിൻ്റെ പോഡ് മൈക്ക് എത്ര രൂപയാണെന്നോ ചോദിച്ചു നോക്കാം. പോഡ് മൈക്ക് നല്ലൊരു ഓക്കെ. എന്തുമാത്രം ഞാൻ പറയാമെന്ന്. ഉലാൻസിയുടെ ട്രൈപോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉലാൻസി നല്ലൊരു ബ്രാൻഡാണ്. നിങ്ങളിപ്പോൾ ഒരു ട്രൈപോഡ്, എൻട്രി ലെവൽ ട്രൈപോഡ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഉലാൻസി ഇസ് വെരി ഗുഡ്. ഇതത് കുട്ടി ക്യാമറകളാണല്ലോ. വാട്ട് ഈസ് ദിസ്? കാർ ക്യാമറ. ഓ, കാർ ക്യാമറ. ഓക്കെ. ഐ തോട്ട് നോർമൽ ക്യാമറ. മൈക്ക് പരിപാടികളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ലൈക്ക് മൈക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമല്ലേ, അതിനകത്ത് എന്തോ ഡിഫറൻസ് വരാനാ. ഒരു ഷോപ്പിലെത്തിയാണ്. ഇതാണ് നമ്മുടെ ഓഡിയോ ടെക്നിക്കയുടെ M50X. ഇറ്റ്സ് എ വെരി ഗുഡ് ഹെഡ്ഫോൺ. അതിൻ്റെ ബ്ലൂടൂത്ത് വേർഷനാണ്. ഞാൻ എൻ്റെ ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എടുക്കാമെന്ന് വെച്ചു. ഇറ്റ്സ് എ വെരി ഗുഡ് വൺ. എഡിറ്റ് ചെയ്യാനൊക്കെ ബെസ്റ്റാണ്. കൊള്ളാം, ബട്ട് ബെറ്റർ നോക്കാം. സോ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊരു ഫോൺ കേസസ് ആണ് കൂടുതൽ. സോ ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഇത് 10,000 mAh ഒരു പവർ ബാഗാണ്. അതായത് 20 watts PD ചാർജിങ് ഉണ്ട്, USB-C ഉണ്ട്, 2-3 ഫോണുകൾ ചാർജ് ചെയ്യാം. 10,000 mAh ഒരു പവർ ബാഗാണ്.
അതിനകത്ത് PD ചാർജിങ്ങും എല്ലാ സാധനങ്ങളും സാംസങ് ഡിവൈസിൽ കമ്പാറ്റബിൾ ആണെന്നുണ്ട്. ഐ ഗസ് എത്ര രൂപയാണെന്ന് നോക്കാം. 990 ഉള്ളൂ. നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. ഇതൊക്കെ പോക്കറ്റ് പവർ ബാഗ്. ഓക്കെ. ഓ നൈസ് നൈസ്. Smart. This is small. Small. Battery. Small battery. Yes. 1200 അമ്മേച്ചേ ഉള്ളൂ. പക്ഷെ സാധനം കണ്ട പൊളിയല്ലേ? Big capacity? Easy to use but power capacity is not large. But small. Little. എനിക്കതിനെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ഒരു പാടാണ് എൻ്റെ ദൈവമേ. 2000? 20,000? 20,000. You have? 20. Yeah? Yeah. Where? You want to see? Yeah? Okay, just a moment. Show you. എനിക്കതോടെ ചേച്ചെടുത്ത് എന്തൊക്കെയാണ് പറയുന്നത്. നോക്കിയ ഹെഡ്ഫോൺ? Oh no, 那个是那个Bluetooth. Yeah. Nokia. Nokia. Really? Yeah. Nokia headphone. ഇതെന്താ? Very famous brand in India. Oh, India. Nokia. Yeah. But How much? This one 3,500. 3,500 is 3,990. Okay. Discount rate. Good. So. ചേച്ചി സത്യം പറയുള്ളൂ. കൊള്ളൂലാന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. കൊള്ളൂലാന്ന്. പിന്നെ എന്തിനാ അങ്ങനെ? ഓ big. But airport issue. This big airport no allowed. 可以吧 220 Not 不行吗 allowed. In India not allowed. Oh no, on India. Canadian and American is 45. 45,000. Yeah. America rich. India poor. 哦，所以一年这个不行。啊？哦，two range，就是$20 is not cannot。 Okay. 哦， This one 10,000. 这个是$10，对。Yes。 How 这个 much? 是 ഇത് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ ക്യൂട്ട് സാധനം. purple, beautiful color is purple. SB PD ചാർജിങ് ഒക്കെ ഉണ്ട്. It's new. How much? And 9,900. 990. 900. Discount price. 这个 price OK，那个啊 890. 800. 我看 Yeah, I am taking more products. Yeah, okay. No problem. 那个 800. 800. Yeah. 这个的那个 sales 那个 Yes. top sales. Top sale. Come here. Say that. Yeah, top sales. Top sales. നല്ല സെയിലാ ചേച്ചി. Okay. Next product. iPhone 15 Pro Max case. Oh, case no. No? No. Why just, no? No, just 11 inch 那个13 inch. It's What? new. 这个 Which model? 这个是11 i11. 11. 对，not your 15. 对。നല്ല സാധനം ചേച്ചിട്ടില്ലല്ലോ. 15是这个。 Apple Pencil where? Okay. I took Apple Pencil. Yeah, pencil. Apple Pencilന്റെ ചാർട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ. What is this? 哦，这个是那个 phone stand 啊 Phone stand.，phone stand 啊，就是这个。Phone stand ഇട്ടിട്ടുണ്ട്. Yes. Oh, Heavy. heavy. Yeah. No. Good. Too heavy. Not good. Okay. Yeah. Yeah. This one. This one. Okay. Purple. 1, 2, 3, 4, 5, 6, 7, 8. 7? No. 7? Please? No. Please. Okay. Thank you. 谢谢。1、2、3、4、5、6、7、8。OK. Okay. Thank you.谢谢你。OK。 Okay. 好。 Your name? Suping. Suping. Yeah. Okay. Thank you. Bye. 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 അങ്ങനെ അവിടെ നിന്ന് ഒരു സാധനം മേടിച്ചിട്ട് ഇറങ്ങി.
ഇവിടെ ഫോണിൻ്റെ കേസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. കീബോർഡ്, മൗസ്, മൈക്ക്, സ്പോർട്സ് ഡേ. ഇതെനിക്കൊന്ന് വി മൈക്ക് റീഡിങ് ടാബ്ലറ്റ്സ് ആണ്. ഇത് നമ്മുടെ ഇതിൻ്റെ ചാത്തനാണ് ഒരു സംഭവം, കിൻഡലിൻ്റെ. ലെറ്റ്സ് ചെക്ക് ദം ഔട്ട്. ഞാൻ എന്തായാലും ഒരു സാധനം മേടിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് എത്രയാണെന്നൊന്നും അറിയണമല്ലോ, പ്രൈസ് അറിയണമല്ലോ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൗസ് ഇതാണ് എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഇതെല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. റീഡിങ് ടാബ്ലറ്റ് ഹൗ മച്ച്? ഓക്കെ ഓക്കെ, all same price? No, this color. Oh, okay. Okay, this black and white. Yeah, only black. ശിശേ, അവർക്ക് ഇങ്ങനെ വന്ന് പറഞ്ഞു തരാനൊന്നും ഒരു മടിയില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ചീത്ത വിളിച്ചിട്ടാൻ, നീ വേണം, നീ വാങ്ങുമെങ്കിൽ നീ കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, കാർഡ് റീഡറും HDMI കേബിളൊക്കെ ആയിട്ട്. കാർഡ് റീഡർ വേണമായിരുന്നു, പക്ഷെ ഇപ്പോൾ വേണ്ട. ആൻഡ് നമ്മുടെ ഇത് എത്ര റേറ്റ് കുറവ്? എൻ്റെ കേസ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇവിടെ മെമ്മറി കാർഡ് പരിപാടികളാണ്. മെമ്മറി കാർഡ്, അതുപോലെ തന്നെ SSD, എക്സ്റ്റേണൽ SSD. റോക്ക് ഫോൺ 8ൻ്റെ അഡ്വർടൈസ്മെൻറ്റ്. എസൂസിൻ്റെ ഷോപ്പാണ് കേട്ടോ. എസൂസിൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സാധനം? എസൂസിൻ്റെ മറ്റേ ഗെയിം കളിക്കുന്നത്, ഫോർസാ റേസ് കളിച്ച് നോക്കിയാലോ. അത് ചൈനീസിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്, അതാണ് വേറൊരു പ്രശ്നം. ഫോർസാ റേസിൻ്റെ അപ്പോൾ ഓക്കെ, ദിസ് ഈസ് വെരി ഗുഡ്. ലൈക്ക് നിങ്ങൾക്ക് ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കുന്നത് നല്ലത്. കൊണ്ട് ഒരു ചെറിയ സ്ക്രീനും കിട്ടും. എൻ്റെ പേര് റോഗ് അലൈ എന്നാണ് പേര്. ഗെയിം പാസ് എടുത്തു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ഗെയിമുകളും ഇതിനകത്ത് നമുക്ക് കളിക്കാൻ പറ്റും. ഒരു പോർട്ടബിൾ ഗെയിമിംഗ് കമ്പ്യൂട്ടർ. ഈ ഷോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ഹെഡ്ഫോൺസ് കാണാൻ പറ്റും. നോക്കി ഇത് നോക്കി, എന്ത് ക്യൂട്ടാന്ന് നോക്കി, ഇത് നോക്ക്, ഇതെല്ലാം കുറേ ഹെഡ്ഫോൺസാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ ഒരെണ്ണം മേടിച്ചതുകൊണ്ട് പിന്നെ മേടിക്കാതെ. മിനി ബഡ്സ് S8. ഇത് നോക്കി, ഇത് കണ്ട, അതുകൊണ്ട് ഇതേപോലുള്ള ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള ഹെഡ്ഫോൺസാണ് ഇവിടുത്തെ മെയിൻ. ഐ മീൻ ഇയർബഡ്സ്. നോക്കി, ഇതൊക്കെ ഒന്ന് കാണാൻ എന്ത് ഭംഗിയെന്ന് നോക്കി. ഇതൊക്കെ സൗണ്ട് ചെയ്യുമ്പോൾ അതായത് നമ്മൾ കേൾക്കുന്ന സമയത്ത് സൗണ്ട് ക്വാളിറ്റിയിൽ അത്ര ബെസ്റ്റ് ആയിരിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ താനിപ്പോൾ കൊള്ളാം, കാണാനൊക്കെ ഭയങ്കര ഭംഗിയുണ്ട്. നമുക്കിനി ഷോ ഓഫ് ചെയ്യാനൊക്കെ പറ്റിയ പരിപാടിയാണ്. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ കയറിയതിൻ്റെ റീസൺ, എനിക്ക് എൻ്റെ എയർപോർട്സിന് വേണ്ടിയിട്ട് ഒരു കേസ് മേടിക്കണം. അപ്പോൾ എയർപോർട്സിൻ്റെ കേസാണ് ഞാൻ നോക്കണേ. ഞാൻ നല്ല തുറന്ന് നോക്കിക്കോട്ടെ. ഞാൻ എന്താ ഈ കാണുന്ന ഷോപ്പിൽ നിന്ന് ഒരു കിഡിലും കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരില്ല, ഞാനതൊരു വീഡിയോ ആയിട്ടിടും. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് കണ്ടാൽ മതി. പക്ഷേ ഇവിടെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് എന്നുള്ളതാണ് ഫാക്റ്റ്. ഇവിടെ പ്രൈസിൻ്റെ വാല്യൂ ഞാൻ പറഞ്ഞുതരാം. ഇത് ആക്ച്വലി ഹുവാവേയുടെ ഒരു മൊബൈൽ വൈഫൈ ആണ്. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടാൻ ചാൻസ് ഇല്ല. ഇതെന്താ സംഭവിച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു സിം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 150 MB/s നമുക്ക് 2.5 GHz 2.5 GHz 5 GHz നമുക്ക് കിട്ടും. അതുപോലെ തന്നെ 300 MB/s മാക്സ് ആണ്. 32 യൂസേഴ്സിന് അറ്റ് എ ടൈം കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് 4Gയിലായിരിക്കും വർക്ക് ചെയ്യുക, പക്ഷേ 32 യൂസേഴ്സിന് അറ്റ് എ ടൈം കണക്ട് ചെയ്യാൻ നമുക്ക് എവിടെ വേണമെങ്കിലും വീട്ടിൽ ക്യാരി ചെയ്തുകൊണ്ട് പോകാം. അതേപോലെ തന്നെയാണ് അതിൻ്റെ വേറൊരു സാധനം. പിന്നെ ഹോം പോഡ് മിനി. ഇത് നാട്ടിൽ എനിക്ക് തോന്നുന്നു 11,000 rupees എന്തോ ആണ്. ഇവിടെ 7,000 rupees ഉള്ളൂ. വെരി 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 ചീപ്പ്. അവിടെ നിന്ന് എനിക്ക് അത്യാവശ്യം നല്ല പ്രോഡക്റ്റ്സ് കിട്ടി കേട്ടോ. അത്യാവശ്യം നല്ല വെറൈറ്റി പ്രോഡക്റ്റ്സ് കിട്ടി. നല്ല സാറ്റിസ്ഫൈഡ്. നല്ല പ്രൈസിങ്ങുമായിരുന്നു. അത്യാവശ്യം നല്ല പ്രൈസിങ്ങായിരുന്നു. വീണ്ടും DJയുടെ ഒരു ഷോപ്പ് വന്നിട്ടുണ്ട്. ക്യാമറ ഗിയേഴ്സ് ആൻഡ് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ക്യാമറയുടെ പരിപാടികൾ മൊത്തം. എൻ്റെ ദൈവമേ, കാർഡുകളൊക്കെ കുറേ ഉണ്ടല്ലോ. നൈസ്. കുറേ ഡൈവ് കേസുകൾ, DJയുടെ കുറേ ആക്സസറീസ് ഇല്ലേ, ഇതെല്ലാം ഇവിടെ കിട്ടും. എല്ലാ സാധനങ്ങളും. RF ലെൻസുകൾ കുറേ ഇരിപ്പുണ്ട്. ഇഷ്ടംപോലെ ലെൻസുകളുണ്ട്. മറ്റേ സ്ട്രീമർ എക്സ് റോഡിൻ്റെ, അതായത് സ്ട്രീം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡിവൈസാണ്. ഇത് ഭയങ്കരമായിട്ട് നമുക്ക് ഉപയോഗം ഉണ്ടാകും. നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, നമുക്ക് ഡ്രോണൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടാൻ ഭയങ്കര പാടാണ്. സോ ഇവിടെ DJ ഞാൻ ഇപ്പം നമുക്ക് 2 ഡ്രോൺ നോക്കുന്നുണ്ട്. DJയുടെ മിനി 3 2 വേർഷൻ ഉണ്ട്. ഒന്ന് സ്ക്രീനുള്ളതും, ഇതിൽ റിമോട്ടിൽ സ്ക്രീനുള്ളതും സ്ക്രീൻ ഇല്ലാത്തതും. അപ്പോൾ പക്ഷേ ഇതിന് 15 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഇത് പക്ഷേ 15 കിലോമീറ്റർ അല്ല, 12 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം എടുക്കണം എന്നുള്ളൊരു പ്ലാനിലാണ് ഞാനിത്.
ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ DJ Osmoയിൽ ചാർജ് തീരാറായി, ഒട്ടും ചാർജില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഒന്ന് ചാർജ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഞാനിവിടെ നിന്നുള്ള കാര്യങ്ങളൊന്ന് സോർട്ട് ചെയ്തോട്ടെ. ഓക്കെ. ആൻഡ് ഗൈസ്, നമ്മുടെ DJ Mini 3 മേടിച്ചു. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടാൻ ഭയങ്കര പാടാണ്. സോ അതിൻ്റെ ആ ഒരു ഇൻഡേക്കിലാണ് ഞാൻ മേടിച്ചത്. ലൈക്ക് നമുക്ക് ഇപ്പം ഒന്നിൽ ദുബായിൽ നിന്ന് വരുത്തണം, അല്ലെങ്കിൽ അത് ഭയങ്കര പാടാണ്. റിമോട്ടിൽ സ്ക്രീനുള്ള മോഡൽ ഞാൻ 32,000 രൂപയ്ക്കാണ് മേടിച്ചത്. അതേസമയം ഇതിൻ്റെ അകത്ത് തന്നെ ഏറ്റവും താഴത്തെ ഒരു ഷോപ്പിൽ നിന്ന് ചോദിച്ചപ്പോൾ $34,000 തായ്വാനി പറഞ്ഞു. അത് നാട്ടിൽ ഏകദേശം ഒരു 70 എന്തോ വരും, 80,000 രൂപ അടുപ്പിച്ച് വരും. എല്ലായിടത്തും ചോദിച്ച് നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പരിപാടി. നല്ല ഓഫറായിരുന്നു, സൂപ്പർ സാറ്റിസ്ഫൈഡ്. നമ്മൾ കുറച്ച് സാധനങ്ങൾ അധികം മേടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഫ്ലോറിലെത്തി. ഇവിടെ ഗെയിമിങ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റേ ഗെയിം ബോക്സും കാര്യങ്ങളൊക്കെ. നൈസ്. ഒറിജിനൽ ഗെയിമിൻ്റെ CD ഒക്കെ ഉണ്ട് കേട്ടോ. വെരി നൈസ്. PS5 കൺട്രോളേഴ്സാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. PS5 കൺട്രോളേഴ്സും അതിൻ്റെ സ്കിന്നൊക്കെ ഇവിടെ അവർ കൊടുക്കുന്നുണ്ട്. ശരി. ഫോൺ കവർ How much? Okay. Nice. Okay. AirPods Pro. Okay. How much? Okay. For one. One. Yeah. Yeah, Okay. one. Two. How much? 12 Pro Max? This one? ഇവിടെ സെക്കൻഡ് ഹാൻഡ് ഫോണും കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ല വിലയ്ക്ക്. ഓക്കെ. നല്ല വില കുറവിന് ഐഫോണും കിട്ടും ഇവിടെ. ഭയങ്കര സംഭവമൊന്നുമില്ല, ബട്ട് സ്റ്റിൽ കുറേയൊക്കെ ഉണ്ട്. ഐ ടേക്ക് ദിസ് ടു. ദിസ് വൺ. നോക്കി എൻ്റെ കേസ് കേട്ടോ, ക്യൂട്ടല്ലേ. എടോ, ഞാൻ ഇതിന് വേറൊരു കേസ് മേടിച്ചായിരുന്നു, പക്ഷെ അത് ഒരു കൈയൊക്കെ ഇങ്ങനെ വഴുതി ഭയങ്കര വൃത്തികെട്ട ഫീൽ. അപ്പം ഞാനൊരു നല്ല കേസ് നോക്കി നടക്കുമായിരുന്നു. ഇതെൻ്റെ പഴയ കേസാണ്, ഇതെനിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം ഞാൻ പുതിയത് മേടിച്ചു. ശേഷേ നൈസ്. ഫോണിങ്ങനെ നമുക്ക് നിർത്താനും പറ്റും ഇവിടെ. അതേപോലെ അതിനെ ഫിക്സ് ചെയ്ത് വയ്ക്കാം. വെരി ഗുഡ് കേസ്. നല്ല ഫീലുണ്ട്, കയ്യിൽ പിടിക്കാൻ നല്ല സുഖമുണ്ട്. എല്ലാവരും നോക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. ഫൈനലി ഗോട്ട് ഇറ്റ്. ആൻഡ് നല്ല വൃത്തുമാണ്. ഇനി എയർപോർട്സിനെയും കൂടി ഒന്ന് നോക്കി പറ്റിക്കാൻ തക്കാം. ഇതൊരെണ്ണം. അതേപോലെ തന്നെ വേറൊരു കൂടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് ചേച്ചി അതെത്തി വരും. ഞാൻ ക്യാരി ചെയ്തുകൊണ്ട് ഇനി തിരിച്ചു പോകണം, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇവിടെ എല്ലാം നമുക്ക് ഹോൾസെയിലും മേടിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഭയങ്കര ഹോൾസെയിലായിട്ട് സാധനങ്ങൾ മേടിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ലാഭമാണ്. ആൻഡ് ഇഷ്ടം പോലെ മോണിറ്റർ സ്റ്റാൻഡുകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത തരത്തിലുള്ള സാധനങ്ങൾ. ഇതൊക്കെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ് ടാസ്ക്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം എല്ലാത്തിലും ടാക്സ് കയറ്റി കസ്റ്റം ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ നശിച്ച കസ്റ്റം ഡ്യൂട്ടിയാണ്. താങ്ക് യു. ഇത് നോക്കി, താങ്ക് യു. ഇവിടെ ഇങ്ങനെ ലോക്കൽ സാധനങ്ങളൊക്കെയാണ്, ഇങ്ങനെ കുറേ സ്ക്രീന് പരിപാടി. ഇവിടെ നിങ്ങൾക്ക് വീണ്ടും അതേപോലത്തെ കുറേ പരിപാടികൾ. ഹെഡ്ഫോൺസാണ് ഇവിടെ മെയിൻ. ഹെഡ്ഫോൺസ് ഇഷ്ടം പോലെയുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള നമുക്കൊരു ഇലക്ട്രിക് കട തുടങ്ങാനുള്ള സാധനങ്ങൾ മൊത്തം ഇവിടെ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റും. ഇത് സ്പീക്കേഴ്സിൻ്റെ, എനിക്ക് ഐ റിയലി വോണ്ട് ടു ഗെറ്റ് സം സ്പീക്കേഴ്സ്, പക്ഷേ നാട്ടിലെത്തിക്കുന്നതാണ് ടാസ്ക്. യു ഗൈസ് കൊറിയർ ടു ഇന്ത്യ, ഷിപ്പ് ടു ഇന്ത്യ? അവർ ഇന്ത്യയിലോട്ട് അയക്കൂല എന്നാണ് പറഞ്ഞത്. ഇതെന്താണ്? ബാഗുകൾ. ഈ കോമ്പണൻസൊക്കെ നല്ലതാണ്, അടിപൊളിയാണ് സാധനങ്ങളൊക്കെ. പക്ഷേ നമുക്ക് നാട്ടിലോട്ട് നമുക്ക് നാട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാൻ അപ്പം അവർ കസ്റ്റം ഡ്യൂട്ടി അടിച്ചൊക്കെ തരും.
അപ്പോൾ തൃപ്തിയാവും. ഈ സെറ്റ് മൊത്തം വാങ്ങാമായിരുന്നല്ലേ, ഇത് മൊത്തം. എന്നിട്ട് റോഡിൽ കൂടി നടക്കണം. അതൊരു അടിച്ച് കയറ്റി വെച്ചത്. കാറിൻ്റെ അകത്ത് വയ്ക്കുന്ന കാർ ക്യാമില്ലേ, അതാ കണ്ടോ, കാറിൻ്റെ ക്യാമറ. അത് ഭയങ്കര യൂസാണ് കേട്ടോ. ഇവരെല്ലാവരും ഈ കാറിനകത്ത് ഇങ്ങനെ ക്യാമറ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതോ നോവായി സ്വർഗം പോലൊരു കടയിൽ കയറി. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എമ്മയുടെ ഒരുപാട് പ്രോഡക്റ്റ് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എമ്മയുടെ സബ്സിഡറി ബ്രാൻഡൊക്കെയാണ് ഇറക്കുന്നത്. അതിനകത്ത് പകുതി കൂടുതൽ എമ്മയുടെ സാധനങ്ങളുണ്ട്, അതിനകത്ത് എമ്മയുടെ അല്ലാത്തതുണ്ട്. അതാണോ എമ്മയുടെ. ഇതിനകത്തുനിന്ന് കുറേ സാധനം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ചീപ്പാണ്. $300 തൈവാനി, $400 തൈവാനി, $200 തൈവാനി. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്, ഇഷ്ടം പോലെ. എൻ്റെ ദൈവമേ ഹേവൻ. ഏത് കണ്ടോ, നമ്മുടെ കൊതുകിനടിക്കുന്ന ബാറ്റ്, അതും ഇറക്കുന്നുണ്ട്. ഫുൾ അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളി. ഞാൻ കുറേ സാധനം പർച്ചേസ് ചെയ്ത് എത്രയാണ് ടോട്ടലെന്ന് നോക്കാം. ഇത് നിറയെ സാധനം മേടിച്ചു, അതായത് ഒരു ബാഗ് നിറയെ സാധനം മേടിച്ചു. എൻ്റെ തോളി കിടക്കുന്ന കേട്ടോ, ഇത് വേറൊരു ബാഗാണ്. ഞാൻ ഈ ബാഗ് മേടിച്ച്, ബാഗിന് ഇവിടുത്തെ $150 തൈവാനി മാത്രമേ ആയിട്ടുള്ളൂ. ഈ ബാഗ് മേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ ബാഗിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ ആക്കി. അങ്ങനെ കുറേ സാധനം മേടിച്ചു. എനിക്ക് എനിക്കങ്ങനെ വിരുത്ത് പറഞ്ഞ് എനിക്ക് പറ്റണില്ല. എനിക്കിങ്ങനെ കൈ ഇങ്ങനെ വെപ്രാളം പിടിച്ച് കാര്യമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യ, നല്ല ടയേർഡാണ്. ഞാൻ രാവിലെ കുറച്ച് മാത്രമേ ഫുഡ് കഴിച്ചോളൂ. അപ്പം അതിൻ്റെ ടയേർഡ്നെസ് ഉണ്ട് എനിക്ക് ഭയങ്കരമായിട്ട്. ഞാൻ നെക്സ്റ്റ് ടൈം പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 10 ലക്ഷം രൂപയെ കൊണ്ട് ഇവിടെ വന്ന് കുറേ സാധനം മേടിച്ചിട്ട് ഒരു 5 ലക്ഷം രൂപ കസ്റ്റം ഡ്യൂട്ടിക്കായിട്ട് മാറ്റി വയ്ക്കും. എന്നിട്ട് 5 ലക്ഷം രൂപ കസ്റ്റം ഡ്യൂട്ടി അടച്ച് ഞാൻ ഈ സാധനങ്ങളൊക്കെ നാട്ടിൽ കൊണ്ടുപോകും. എന്തായാലും 5 ലക്ഷം രൂപ കസ്റ്റം ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരുമല്ലോ ഇവിടെ നിന്ന് സാധനം കൊണ്ടുപോകുന്ന സമയത്ത്. എന്തെല്ലാം സ്പീക്കേഴ്സ് ആണെന്ന് പറയുമ്പോൾ എനിക്ക് അതിനകത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കമ്പ്യൂട്ടർ സ്പീക്കർ ഉണ്ടായിരുന്നു. പക്ഷേ നല്ലോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പ്രൈസ് കൊടുക്കണം, അതാണ് വിഷയം. എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ, പരിധി ഇല്ലേടേ. പൊട്ടന്മാരൊന്നും അല്ലല്ലോ എയർപോർട്ടിൽ ഇരിക്കുന്നവർ. അവർ പറയും ഹട്ട് ജസാല എന്ന് പറയും. നമുക്ക് ജസ്റ്റ് ഒന്ന് റാൻഡം ഇങ്ങനെ ഓടി ഉയ്യോ, നിയോൺ ലൈറ്റിൻ്റെ കട. അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ പോയി ഇവിടുത്തെ എവിടെയെങ്കിലും ഷോപ്പിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ തിരിച്ചു വരണം, അതായിരിക്കും നല്ലത്. അടുത്ത ഷോപ്പ്. അയ്യോ എനിക്കൊന്നും കാണാൻ വയ്യേ. എൻ്റെ കൈയൊക്കെ വിരിവിരാന്ന്. സ്വർഗം ഗൈസ്, സ്വർഗം. ഞാൻ ഇത്ര ഹാപ്പി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത സ്ഥലം വേറെ ഇല്ല. ലൈക്ക് ചുമ്മാ ഇതൊക്കെ നോക്കിക്കൊണ്ട് നടക്കാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയാമോ. ആസ് എ ടെക് യൂട്യൂബർ, ഗാഡ്ജറ്റ്സ് ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എൻ്റെ സ്ഥലം കണ്ടുപിടിച്ചു. ഇഷ്ടം പോലെ സാധനങ്ങൾ, ഇഷ്ടം പോലെ. ഇത് ഓഡിയോ ജാക്കിൻ്റെ കടയാണ്. ചുമ്മാ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉഴപ്പി സ്ഥലം കാണുക. എന്തെല്ലാം സ്പീക്കേഴ്സാണ് ഉള്ളതെന്ന് അറിയാമോ. കിടിലം സ്പീക്കേഴ്സ് ഉണ്ട്. പക്ഷെ എന്തിരിക്കേ, തൈവാൻ ഈസ് സോ ഗുഡ്. ഓ മൈ ഗോഡ്, ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു വരവും കൂടി വരും എന്തായാലും. ഇത് തീരണില്ല, ഇനിയുണ്ട് മേളിൽ. നമുക്ക് മേളിലും കൂടി പോയി നോക്കാം. എല്ലായിടം പോയിട്ട് ഇറങ്ങാൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാം. കുറേ സാധനങ്ങളായി. എനിക്ക് എൻ്റെ സ്വഭാവം വെച്ചിട്ട് എനിക്കിങ്ങനെ വാങ്ങണമെന്നുണ്ട്. പക്ഷേ ഈ കസ്റ്റം ഡ്യൂട്ടി ആലോചിക്കുമ്പോഴാണ് പ്രശ്നം. എനിക്കറിയില്ല കസ്റ്റം ഡ്യൂട്ടി ഒരുപാട് ആവോ ഇല്ല എന്നുള്ളത്. $2,500 മേളിലോട്ടുള്ളതാണ് കസ്റ്റം ഡ്യൂട്ടി, ഇതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഐ ഡോണ്ട് നോ. ഐ ആം സോ ടയേർഡ്. എൻ്റെ കണ്ണൊക്കെ ഒരുമാതിരി ആവുന്നു. ദാറ്റ് മീൻസ് ഐ എം നോട്ട് വെൽ. നീ പനിയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഹാങ് ഓവർ ഭയങ്കരമായിട്ടുണ്ട്. ഇന്ന് ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ ഇറങ്ങൂല. ഞാൻ ഇന്നും കൂടി റൂമിൽ ഇരുന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ നടക്കൂല. ഞാൻ 2 ദിവസം കറക്റ്റായിട്ട് റൂമിൽ ഇരുന്ന് റെസ്റ്റ് എടുത്തു. ഇനി എനിക്ക് റൂമിൽ ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരു പരിപാടിയും നടക്കൂല. ഈ പ്ലാനെല്ലാം ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. ഗൈസ്, എനിക്ക് അതിന് ശേഷമുള്ളതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ അതാ ഇപ്പോൾ റൂമിലെത്തി. നമ്മുടെ പ്രോഡക്റ്റൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ റൂമിലൊക്കെ എന്ത് രസം എന്നറിയാമോ.
സോ ബേസിക്കലി എന്താ സംഭവം എന്നറിയാമോ, എൻ്റെ കയ്യിൽ നിറയെ സാധനങ്ങളായി. എനിക്ക് പിന്നെ തൂക്കിക്കൊണ്ട് വരാൻ പറ്റാതെ, അപ്പോൾ വ്ളോഗ് ചെയ്യാനും പറ്റൂല, സാധനങ്ങളെടുത്ത് ഒറ്റയ്ക്ക് വരെയും വേണം. പെടാപ്പാട് വിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. സോ അവിടെ നിന്ന് അത്ര സാധനങ്ങളെ മേടിച്ചോളൂ. എന്നിട്ട് റൂമിലെത്തി. പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല, പക്ഷെ ഞാൻ കാണിക്കൂല. അതൊരു വീഡിയോ ആയിട്ട്, ആ സാധനങ്ങളുടെ ഗാഡ്ജറ്റ് വീഡിയോ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഒരു ഡേ മൊത്തത്തിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബൈ.